ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വരിക, ഫോണിന്റെ ഡിസ്പ്ലേ അടിച്ചു പോവുക, അല്ലെങ്കിൽ ബോർഡ് അടിച്ചു പോവുക, ഇത്തരത്തിൽ പല പ്രശ്നങ്ങൾ വരിക. നമ്മുടേതല്ലാത്ത കുറ്റം കൊണ്ട് ഫോണിന് വരുന്ന കംപ്ലൈന്റുകൾക്ക് വാറണ്ടിക്ക് അകത്താണെങ്കിൽ കമ്പനികൾ സർവീസ് തരുമെങ്കിലും വാറണ്ടി കഴിഞ്ഞുള്ളതാണെങ്കിൽ ഭൂരിഭാഗം കമ്പനികളും അത് റിജക്ട് ചെയ്യുന്നു. നമ്മുടെ കയ്യിലെ കാശ് കൊടുത്ത് നന്നാക്കേണ്ട ഒരു അവസ്ഥ നമ്മൾ എല്ലാവരും ഫേസ് ചെയ്യുന്നുണ്ട്. ഞാനും നിങ്ങളും എല്ലാവരും ഫേസ് ചെയ്യുന്നുണ്ട്. ഇവിടെയൊക്കെ വാറണ്ടി കഴിഞ്ഞ ഡിവൈസുകളിൽ നമ്മൾ പെട്ടുപോവുകയാണ്. അവരുടെ കുഴപ്പം കൊണ്ട് നമ്മുടെ കയ്യിലെ കാശ് പോകുന്നൊരവസ്ഥ. ഇതിനെതിരെ പ്രതികരിക്കാതിരിക്കുന്നിടത്തോളം കാലം നമ്മൾ ഇങ്ങനെ നഷ്ടം സഹിച്ച് ജീവിക്കുക തന്നെ വേണ്ടി വരും. സോ പ്രതികരിക്കുക. കോടതി പോയി കേസ് നടത്തി അവിടെ വക്കീലിനെ വെച്ച് വാദിച്ച് ജയിക്കണം എന്നുള്ള ടെൻഷൻ കൊണ്ട് പലരും, അതൊരു വലിയ പ്രോസസ്സാണെന്നുള്ള ടെൻഷൻ കൊണ്ട് ഞാനടക്കമുള്ള നമ്മളിൽ പലരും ഈ ഒരു പരിപാടിക്ക് നിൽക്കുന്നില്ല. അതായത് പരാതിയുമായിട്ട് മുമ്പോട്ട് പോകുന്നില്ല. എന്നാൽ ഇതൊക്കെ ഈസി ആയിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് വീട്ടിലിരുന്നുകൊണ്ട് നമ്മുടെ ഫോണിൽ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ തന്നെ ചെയ്യാൻ പറ്റും എന്നുള്ളത് പലർക്കും അറിയില്ല എന്നുള്ളതാണ് വാസ്തവം. ഈ വീഡിയോയിൽ നമ്മൾ അതാണ് പറയാൻ പോകുന്നത്. ഈ ഒരു വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം എനിക്ക് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യാനുള്ളത്, നമ്മുടെ കുഴപ്പമൊന്നും ഇതിലില്ല എന്നുള്ളത് ബോധ്യമായിരിക്കണം. കമ്പനിയുടെ തന്നെയാണ് പ്രശ്നം എന്നുള്ളത് ബോധ്യമുണ്ടായിരിക്കണം. അതായത് ഒരു എക്സാമ്പിൾ, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കൊണ്ട് ഒരു ഇഷ്യൂ വരികയാണെങ്കിൽ അത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കൊണ്ട് തന്നെയാണ് വന്നത്. നമ്മുടെ ഫോൺ താഴെ വീണിട്ടില്ല, അല്ലെങ്കിൽ വെള്ളത്തിൽ വീണിട്ടില്ല, വെള്ളമായിട്ടില്ല, ഇത്തരം പ്രശ്നങ്ങളൊന്നും അതിനില്ല. ഇത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൻ്റെ പ്രശ്നമാണ് എന്നുള്ളത് 100% ബോധ്യമുണ്ടാവണം. നമ്മുടെ തെറ്റല്ല എന്നുള്ളത് ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു പരിപാടിയുമായിട്ട് മുമ്പോട്ട് പോകാൻ പാടുള്ളൂ എന്നുള്ളത് ഞാൻ ക്ലിയർ ആയിട്ട് ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ ഇത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൻ്റെ പ്രശ്നം മാത്രം പറയാനുള്ള ഒരു പരാതി പരിഹാര സെല്ലല്ല. പകരം ഇത് എല്ലാതരം കസ്റ്റമേഴ്സിൻ്റെ പരാതിയും, നിങ്ങൾ ഷോപ്പിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടുള്ള പരാതിയുണ്ട്, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയപ്പോൾ പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ ആമസോണിൽ നിന്ന് വാങ്ങിയപ്പോൾ പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ എവിടെ നിന്ന് എന്ത് പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ടെങ്കിലും അത്തരം ബിസിനസ്സിൽ നിങ്ങളുടെ സെല്ലർ പറ്റിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ കസ്റ്റമർ എന്ന രീതിയിൽ പറ്റിക്കപ്പെടുന്നു നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരാതിപ്പെടാനുള്ള സൗകര്യമാണത്. അല്ലാണ്ട് ഇത് ഫോണിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൻ്റെ മാത്രം ഒരു വീഡിയോ അല്ല, കസ്റ്റമേഴ്സിൻ്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കിട്ടുന്ന തരത്തിലുള്ള സംവിധാനങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. പിന്നെ ഒരു കാര്യം കൂടിയും, നമ്മൾ ഈ പറയുന്നത് ഇതിൻ്റെ ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്ക് നിയമ നടപടികളുമായിട്ട് മുമ്പോട്ട് പോകാം ഈസി ആയിട്ടെന്നുള്ള മെത്തേഡ് മാത്രമാണ്. ഞാനൊരു നിയമജ്ഞനല്ല, അതായത് ലോയർ ഒന്നുമല്ല, നിയമം പഠിച്ചിട്ടുള്ള ഒരാളുമല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ വന്നിട്ട് എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഇതിനെനിക്ക് കംപ്ലയിൻറ്റ് ചെയ്താൽ നഷ്ടപരിഹാരം കിട്ടുമെന്ന് ചോദിച്ചാൽ അതിൻ്റെ നിയമവശങ്ങളെക്കുറിച്ച് അറിയുന്ന ഒരാളല്ല ഞാൻ. പകരം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അറിയുന്ന നിയമജ്ഞന്മാരുമായിട്ട് അല്ലെങ്കിൽ ലോയേഴ്സുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മുടെ ലോയർ ബ്രോ പോലുള്ള ആൾക്കാരുണ്ട്, അവരുമായിട്ട് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്തൊക്കെ ചോദിച്ച് നോക്കാം. അവരുടെ സൗകര്യം പോലെ ഒരു പക്ഷേ അവർ റിപ്ലൈ തരികയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും. അവർക്ക് നിയമം പഠിച്ചിട്ടുള്ള ആൾക്കാരാണ്. സോ നമ്മളതിൻ്റെ മെത്തേഡ് മാത്രമാണ് പറയുന്നത്. നിയമപരമായ കാര്യങ്ങളെക്കുറിച്ച് അതിനെക്കുറിച്ച് അറിയുന്ന ലോയേഴ്സുമായിട്ടോ വക്കീലുമായിട്ടൊക്കെ ചോദിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മുന്നോട്ട് പോകാം. അല്ലെങ്കിൽ അതിനുള്ള ഹെൽപ്പ് ലൈൻ നമ്പറുകളും ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. ആദ്യമായിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് ഓൺലൈനായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് ഇ-ദാഖിൽ എന്ന് പറയുന്ന ഒരു സംവിധാനം. അതായത് നിങ്ങൾ ഗൂഗിൾ ക്രോമിൽ ജസ്റ്റ് ഇ-ദാഖിൽ എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു സൈറ്റ് വരും, ഓപ്പൺ ചെയ്യുക. ഇതായിരിക്കും അതിൻ്റെ ഇൻ്റർഫേസ്. ഇതിന് കോൺഫണ്ട് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉണ്ട്, പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ആപ്പുകൾ വഴിയും പരാതി നൽകാവുന്നതാണ്. എന്നാൽ ഞാനിവിടെ ഈ ഒരു സൈറ്റ് തന്നെയാണ് കാണിക്കുന്നത്. ലാപ്ടോപ്പിൽ ഇട്ടുകൊണ്ടുള്ള സൈറ്റിൻ്റെ ഒരു വ്യൂ ആണ് നിങ്ങളിവിടെ കാണുന്നത്. ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ തന്നെ ഇതിൻ്റെ ഹാൻഡ് ബുക്ക്, അതായത് അല്ലെങ്കിൽ വീഡിയോ ട്യൂട്ടോറിയലുകൾ എല്ലാം ഉണ്ട്. ഈ സൈറ്റ് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിൻ്റെ ഫുൾ വിവരങ്ങൾ അവിടെയുണ്ട്. നിങ്ങൾക്ക് അത് വായിച്ച് നോക്കിയാൽ തന്നെ കാര്യങ്ങൾ പിടികിട്ടും. നിങ്ങൾക്ക് അതനുസരിച്ച് കൊണ്ട് തന്നെ കാര്യങ്ങൾ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. എങ്കിലും അതെങ്ങനെയാണ് ചെയ്യണം എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ആദ്യം നമ്മൾ എൻ്റർ അടിച്ച് അകത്തേക്ക് കയറുന്നു. കൺസ്യൂമർ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഈ സെക്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫോം ഫില്ല് ചെയ്യാം. നമ്മുടെ ഡീറ്റെയിൽസ്, നമ്മൾ ആരാണ്, നമ്മുടെ ഇമെയിൽ ഐ ഡി എന്താണ്, ഫോൺ നമ്പർ എന്താണ്, അതെല്ലാം അടിച്ച് നമ്മുടെ ID കാർഡ്, ഒരു ID കാർഡ്, ഏതെങ്കിലും ഒരു ID കാർഡ്, ഇലക്ഷൻ ID യോ എന്തെങ്കിലും ഒരു ID കാർഡ് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനും പറയും. അതും കൂടി കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് ചെയ്താൽ ഇമെയിലിലേക്ക് ഒരു ആക്ടിവേഷൻ മെയിൽ വരും. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ആക്ടിവേറ്റ് ചെയ്താൽ നിങ്ങൾ ഈ ഒരു സൈറ്റിൽ ഇ-ദാഖിൽ എന്ന ഈ സൈറ്റിൽ രജിസ്റ്റർ ആയി കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിൽ ID യും പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്യാം. ലോഗിൻ ആയി കഴിഞ്ഞാൽ നമ്മൾ ഫയൽ ന്യൂ കേസ് എന്നുള്ള സെക്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് പുതിയ കേസ് നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അതായത് നമ്മളുടെ പരാതി അവിടെ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. കൺസ്യൂമർ കേസ് എന്നുള്ള സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ കൺസിഡറേഷൻ എമൗണ്ട് അടിക്കാനുള്ള ഏരിയ വരും. പിന്നെ ഈ നഷ്ടപരിഹാര തുക എന്ന് പറയുമ്പോൾ നമ്മൾ 10,000 രൂപ ഫോണാണ്, ജസ്റ്റ് 10,000 രൂപ എന്നടിക്കാതെ നമുക്ക് അതിൻ്റെ ഒപ്പം നമ്മൾ അതിന് വേണ്ടി എടുത്ത എഫർട്ട്, നമ്മുടെ മാനസിക അനുഭവിച്ച ടെൻഷൻ, അതിനെല്ലാം കൂടി ചേർത്തുകൊണ്ട് ഒരു 10,000 കൂടി കൂടുതലോ അങ്ങനെ ഏതെങ്കിലും ഒരു എമൗണ്ട് ആണ് ഇതിൽ നമ്മൾ ശരിക്കും എൻ്റർ ചെയ്യേണ്ടത്. നിങ്ങളത് നിങ്ങളുടെ ഒരു നിയമം അറിയാവുന്ന ഒരാളോട് ചോദിച്ച് നിങ്ങൾക്ക് അടിക്കാവുന്ന മാക്സിമം എമൗണ്ട് എത്രയാണ് എന്ന് ചോദിച്ചതിന് ശേഷം വേണം ആ ഒരു എമൗണ്ട് കൃത്യമായിട്ട് അടിക്കാൻ. ജസ്റ്റ് ആ ഒരു ഫോണിൻ്റെ വില മാത്രം അടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ 10,000 രൂപയുടെ ഫോണിൻ്റെ കാര്യമാണ് പറയുന്നതെങ്കിൽ 10,000 രൂപ, എത്ര രൂപയാണോ നമ്മുടെ ആ ഒരു നഷ്ടപരിഹാരം നമുക്ക് ആവശ്യമുള്ളത്, ആ എമൗണ്ട് അവിടെ അടിച്ചു കൊടുക്കണം. ഒപ്പം തന്നെ ഈ ഒരു സംഭവം എവിടെയാണ് നടന്നത്, നമ്മളിപ്പോൾ ഞാനിപ്പോൾ തൃശ്ശൂരാണ്. അപ്പോൾ കേരളത്തിൽ തൃശ്ശൂരിൽ നിന്നുകൊണ്ടാണ് എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടായത്. ഇവിടെ നിന്നാണ് ഞാനിത് പർച്ചേസ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഈ സ്ഥലം ഏതാണെന്ന് അതിൽ രേഖപ്പെടുത്തുന്നു. അതിൻ്റെ ഡിസ്ട്രിക്ട് തൃശ്ശൂർ ഡിസ്ട്രിക്ട്, കേരളം
തൃശ്ശൂർ ഡിസ്ട്രിക്ട്. ആ രണ്ടും അവിടെ രേഖപ്പെടുത്തുന്നു. അതായത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ടായിരിക്കും, സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ്, നമ്മൾ ആരാണ്, എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു കേസുമായി ബന്ധപ്പെട്ട നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അവിടെ അടിക്കുന്നു. ഇനി അടുത്തതായിട്ട് ഓപ്പോസിറ്റ് പാർട്ടിയുടെ ഡീറ്റെയിൽസ് ആണ്. അതായത് ഓപ്പോണന്റ് പാർട്ടി, നമ്മുടെ എതിരെ നിൽക്കുന്നത്, അതായത് നമ്മുടെ സെല്ലർ ആരാണോ അയാളുടെ ഡീറ്റെയിൽസ് ആണ് ഈ ഭാഗത്ത് നമ്മൾ ഫുള്ളായിട്ടും അടിച്ചു കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞാൽ ഏറ്റവും താഴെയായിട്ട് ഒരു വലിയ ബ്ലാങ്ക് സ്പേസ് കാണാം. അവിടെയാണ് നമ്മൾ കേസിന്റെ ഡീറ്റെയിൽസ് അടിക്കേണ്ടത്. ഞാൻ ഒരു ഫോൺ വാങ്ങിച്ചു, അതിലിങ്ങനെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നു, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ് ഉണ്ടായിരിക്കുന്നത്. ഇതാണ് എൻ്റെ വിഷയം, ഇതിന് കമ്പനി എനിക്ക് സർവീസ് തരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ വിഷയം എന്നുള്ള കാര്യം കൃത്യമായിട്ട് അവിടെ അടിച്ചു കൊടുക്കുക. ഇനി സബ്മിറ്റ് കൊടുക്കാം. ഇങ്ങനെ കൊടുക്കുമ്പോൾ എല്ലാം കറക്റ്റ് ആയിരിക്കും എന്നുള്ള ടെൻഷൻ വേണ്ട. കാരണം കറക്റ്റ് അല്ലെങ്കിൽ അവിടെ അപ്പം തന്നെ ഇതുപോലെ കിടക്കാമെന്ന് ഇഷ്ടംപോലെ നോട്ടിഫിക്കേഷൻസ് വരും, ഇന്ന സെക്ഷൻ നിങ്ങൾ ഫില്ല് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതൊക്കെ പോയിട്ട് കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഫോർവേഡ് ആയിട്ട് പോകാൻ പറ്റുള്ളൂ. സോ ടെൻഷൻ വേണ്ട, ധൈര്യമായിട്ട് അടിക്കാം. എല്ലാ കാര്യങ്ങളും കൊടുത്തതിന് ശേഷം സബ്മിറ്റ് കൊടുത്തുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് പോകാം. അഡീഷണൽ പാർട്ടീസ്, അതായത് ഇപ്പോൾ ഫ്ലിപ്കാർട്ട്, നിങ്ങളിപ്പോൾ ഷവോമിയുടെ ഫോണാണ് വാങ്ങിച്ചു, ഉടനെ അതിൻ്റെ ഇഷ്യൂ ഫ്ലിപ്കാർട്ട് റിട്ടേൺ എടുക്കുന്നില്ല, അങ്ങനെ ഒരു അവസ്ഥയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിനെതിരെ പരാതി കൊടുക്കാം. അഡീഷണൽ പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ, ഇപ്പോൾ ഷവോമിയുടെ ഫോൺ ആണെങ്കിൽ ഷവോമി അഡീഷണൽ പാർട്ടി എന്ന് പറഞ്ഞിട്ട് ഇവരും ഇതിൽ പ്രശ്നക്കാരാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് രണ്ടാമതൊരു പാർട്ടി കൂടി അതിൽ ആഡ് ചെയ്യാൻ സാധിക്കും. പിന്നെ അഡീഷണൽ കംപ്ലൈൻറ്റ്, ഇത് കൂടാതെ വേറെ എന്തെങ്കിലും പരാതി, ഇപ്പോൾ നമ്മൾ സർവീസ് സെന്ററിൽ പോയി നമ്മളെ മോശമായിട്ട് പെരുമാറി, അത് നിങ്ങൾക്ക് ഒരു കംപ്ലൈൻറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് വേറൊന്നും കൂടി അതിൽ ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും അടുത്തൊരു സെക്ഷനിൽ കാണാം. സോ അപ്പോൾ ഇങ്ങനെ അഡീഷണൽ പാർട്ടീസിനെയും അഡീഷണൽ കംപ്ലൈൻറ്റുകളും അതിൽ തന്നെ ആഡ് ചെയ്യാൻ പറ്റും. ഇനി ഡോക്യുമെന്റുകൾ അപ്ലോഡ് ചെയ്യാനുള്ള ടൈമാണ്. അതായത് ആദ്യം ഇൻഡെക്സ് എന്ന് കാണാം, അതിൽ ആദ്യം പോണ്ട, ബാക്കിയുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മളിത് എപ്പോൾ വാങ്ങിച്ചു, എന്താണ് പ്രശ്നം ഉണ്ടായത്, അത് ഏത് ഡേറ്റിലാണ് പ്രശ്നം ഉണ്ടായത്, എന്താണ് പ്രശ്നം, അതേപോലെ നമ്മൾ കസ്റ്റമർ കെയറിലേക്ക് വിളിച്ചോ അല്ലെങ്കിൽ അവരുടെ കസ്റ്റമർ കെയറുമായിട്ട് സംസാരിച്ചോ, എപ്പോൾ സംസാരിച്ചു, എന്താണ്, അതൊക്കെ ഒരു PDF ഡോക്യുമെൻ്റ് ആയിട്ട് കാര്യങ്ങൾ വിശദമായിട്ടങ്ങ് അടിച്ചുണ്ടാക്കുക. 2-3 PDF പേജ് ആണെങ്കിൽ അതൊക്കെ അടിച്ചുണ്ടാക്കുക, അത് ഇവിടേക്ക് അപ്ലോഡ് ചെയ്യാം. എന്നിട്ട് ഏതൊക്കെ പേജിൽ നമ്മൾ ഏതൊക്കെ വിഷയങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ഒരു ഇൻഡെക്സ് പോലെ ഒരു പേജിൽ നമ്മൾ ടൈപ്പ് ചെയ്തുണ്ടാക്കുന്നു. ഇത്രാമത്തെ പേജ്, ഫസ്റ്റ് പേജിൽ ഇന്ന കാര്യങ്ങൾ, സെക്കൻഡ് പേജിൽ ഇന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരിക്കുന്നു പറഞ്ഞുകൊണ്ട് ഒരു ഇൻഡെക്സ് പേജും കൂടിയും ടൈപ്പ് ചെയ്തുണ്ടാക്കുക. അത് ഇൻഡെക്സ് എന്നുള്ള സെക്ഷനിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ചെക്ക് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് ആ ഇൻഡെക്സ് നോക്കുമ്പോൾ തന്നെ ഓരോ വിഷയങ്ങൾ മനസ്സിലാവും. അപ്പോൾ അവർക്ക് അറിയേണ്ട കാര്യങ്ങൾ അവർക്ക് ആ പേജിൽ പോയിട്ട് ഈസി ആയിട്ട് നോക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഗുണം. ഇത് കഴിഞ്ഞാൽ അഫിഡവിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കൂടി നമ്മൾ ടൈപ്പ് ചെയ്ത് അപ്ലോഡ് ചെയ്യണം. അതായത് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തികച്ചും നമ്മുടെ അനുഭവത്തിൽ വന്നതും നമുക്ക് തികച്ചും ബോധ്യമുള്ളതുമാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സമ്മതപത്രം പോലത്തെ ഒരു സംഭവം, ഒരു അഫിഡവിറ്റ്, അത് തയ്യാറാക്കി അതും അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഇതെല്ലാം ക്ലിയർ ആയിരിക്കണം. ഇനി ഇതിൻ്റെ കൂടെ ഇതുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻറ്റുകൾ, ബില്ല്, അതേപോലെ നിങ്ങൾ കസ്റ്റമർ കെയറിൽ പോയി സംസാരിച്ചു, അപ്പോൾ അതിൻ്റെ ചെല്ലാനോ മെമ്മോയോ എന്താണ് അവർ തരുന്നത്, അതായത് സർവീസ് സെൻറ്ററിൽ നമ്മൾ പോയി എന്നുള്ളതിന് തെളിവ് വേണം. നമ്മൾ പോയി നമ്മൾ വായോണ്ട് പറഞ്ഞാൽ പോരാ. അപ്പോൾ അതിൻ്റെ റെസീറ്റുകൾ വാങ്ങിക്കാൻ മറക്കരുത്. സർവീസ് സെൻറ്ററിൽ പോകുമ്പോൾ അതിൻ്റെ റെസീറ്റുകൾ ചോദിച്ച് വാങ്ങിക്കണം, അതിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ പോയതിന് തെളിവായി. അപ്പോൾ ഇങ്ങനെയുള്ള ഡോക്യുമെൻറ്റുകളെല്ലാം ആഡ് ഡോക്യുമെൻ്റ് എന്നുള്ള സെക്ഷനിൽ ആഡ് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്യാം. സോ ഇത്രയും കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡ്രാഫ്റ്റ് സേവ് ചെയ്ത് വെക്കാം. ഇനി ഫൈനലൈസ് സെക്ഷനാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിൽ താഴെ കാണുന്ന എല്ലാ സെക്ഷനും ടിക്ക് ചെയ്യുക, എല്ലാം ക്ലിയർ ആണെന്ന് വേണമെങ്കിൽ ഒന്ന് പോയി ചെക്ക് ചെയ്യാം ബാക്കോട്ട് പോയിട്ട്. അതായത് എല്ലാ ഭാഗമൊക്കെ ഒന്ന് പോയി ചെക്ക് ചെയ്തതിന് ശേഷം ഫൈനലൈസ് കൊടുത്താൽ നിങ്ങളുടെ കേസ് സബ്മിറ്റ് ആയി. ഇനി നമുക്ക് നേരത്തെ നമ്മൾ ഫയൽ ന്യൂ കേസ് കൊടുത്ത ആ ഭാഗത്ത് വന്നാൽ നമ്മളിത് ഫൈനലൈസ് ചെയ്യാതെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡ്രാഫ്റ്റിൽ കാണും, അത് ഫൈനലൈസ് ചെയ്യാം പിന്നീട്. അതെല്ലാം നിങ്ങൾ ഫൈനലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ അറിയാനുള്ള എല്ലാ ഓപ്ഷനും അവിടെ കാണും. അപ്പോൾ നമുക്ക് ഒരു വക്കീലോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ തന്നെ ഈസി ആയിട്ട് നമ്മുടെ കേസ് രജിസ്റ്റർ ചെയ്തു. ഇത്രയുള്ള പരിപാടി. ഇതിന് നിങ്ങൾക്ക് പൈസ ചിലവൊന്നും ഇല്ല, ജസ്റ്റ് ഫോൺ ഉപയോഗിക്കാൻ അറിഞ്ഞാൽ മാത്രം മതി, ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഇവിടെ പ്രീ ഡീറ്റെയിൽ എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യ ഭാഗത്തൊരു സെക്ഷൻ കാണാം. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കേസുമായി ബന്ധപ്പെട്ട കേസ് നമ്പറും കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഭാവിയിൽ നിങ്ങൾക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ എൻക്വയറീസ് ഒക്കെ വരുന്ന നേരത്ത് ഇന്ന കേസ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് പറയാൻ വേണ്ടിയിട്ട് ഈ കേസിൻ്റെ ഡീറ്റെയിൽസ് ആണ് അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇവിടെ ഇതിന് വല്ല ഫീസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഇത് 5 ലക്ഷം രൂപ വരെയുള്ള കാര്യങ്ങൾക്ക് ഇതിൽ ഫീസ് ഇല്ല. അത് കഴിഞ്ഞാൽ പിന്നെ 200 രൂപ പല കേസിൻ്റെ എമൗണ്ടുകൾ, കൺസിഡറേഷൻ എമൗണ്ട് കൂടി വരുന്നതിനനുസരിച്ച് ചെറിയ ഫീസുകൾ വരുന്നത് നമുക്ക് കാണാം. അതിൻ്റെ ഒരു ഡോക്യുമെൻ്റ് ഒക്കെ ഇവിടെ കാണാം. അല്ലെങ്കിൽ ഇതാക്കിൽ സൈറ്റിൽ തന്നെ അതിൻ്റെ വിവരങ്ങളൊക്കെ ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് കയറി പരിശോധിക്കാം. ഇനി ഇവിടെയുള്ളൊരു ചെറിയ ഒരു അഭിപ്രായ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നോർമലി ഇതിലൂടെ ഒരുപാട് പേർക്ക് ഗുണകരമായ രീതിയിൽ അവരുടെ പരാതികൾ പരിഹരിച്ച് കിട്ടുന്നുണ്ട്. എന്നാൽ അത്രയധികം എല്ലാവർക്കും ഒന്നും കിട്ടുന്നതായിട്ടും നമ്മൾ കാണുന്നില്ല. പലർക്കും ഇതിലൂടെ പരാതികൾ പരിഹരിച്ച് കിട്ടുന്നില്ല എന്നുള്ള കാര്യവും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ വക്കീൽ സുഹൃത്തുക്കൾ പറഞ്ഞതാണ്. അതായത് മുഴുവനായിട്ട് നിങ്ങൾക്ക് ഇതിൽ കിട്ടും എന്ന് ഉറപ്പുള്ളൊരു കാര്യമല്ല, നമുക്ക് ട്രൈ ചെയ്യാനുള്ളൊരു മെത്തേഡാണ്. പിന്നെ ഈ ഒരു സംവിധാനം ഇതിലൂടെ മാത്രമല്ല, ഉമംഗ് ആപ്പ് വഴി നിങ്ങൾക്ക് ചെയ്യാം. ആ ആപ്പിലൂടെയും നിങ്ങൾക്ക് പരാതിപ്പെടാൻ സാധിക്കും. അതല്ലെങ്കിൽ NCHൻ്റെ ആപ്പ് തന്നെയുണ്ട്, ആ ആപ്പിലൂടെയും നിങ്ങൾക്ക് പരാതിപ്പെടാൻ പറ്റും.
ഇനി നിങ്ങൾക്ക് ഈ ആപ്പ്, വെബ്സൈറ്റ് ഇതൊക്കെ ബുദ്ധിമുട്ടാണ്, നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് സംസാരിക്കാനാണ് താല്പര്യം, അതാണ് നിങ്ങൾക്ക് പറ്റുക എന്നുണ്ടെങ്കിൽ വിളിച്ചു പറയാനുള്ള ടോൾ ഫ്രീ നമ്പറുകൾ ഇതിനകത്തുണ്ട്. നിങ്ങളുടെ പരാതിപ്പെടാനുള്ള ടോൾ ഫ്രീ നമ്പറുകളുണ്ട്. അതിലേക്ക് വിളിച്ച് നിങ്ങൾക്ക് കാര്യങ്ങൾ ആരായാനും അവർ പറയുന്നതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാനും സാധിക്കും. അല്ലെങ്കിൽ മെസ്സേജ് സംവിധാനങ്ങൾ, മെസ്സേജ് അയക്കാനുള്ള സംവിധാനങ്ങൾ ഇവിടെ കാണാം. ഇതനുസരിച്ചുകൊണ്ട് നിങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ, SMS അയച്ചാൽ മതി. അപ്പോഴും നിങ്ങൾക്ക് അതിലൂടെയും നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്താനുള്ള ശ്രമം നടത്താം. വാട്സപ്പ് വഴിയും ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതിനുള്ള നമ്പറാണ് ഈ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വാട്സപ്പ് വഴിയും സർക്കാരിനെ അല്ലെങ്കിൽ നിയമ വിദഗ്ധരെ ഈ ഒരു പ്രശ്ന പരിഹാരത്തിന് വേണ്ടി സമീപിക്കാം. നിങ്ങളുടെ കൺസ്യൂമർ പരാതികൾക്ക് വേണ്ടി സമീപിക്കാം. ഇനി നിങ്ങൾ ഇത് ഏത് മെത്തേഡിലൂടെയാണ് ഫോളോ ചെയ്യുന്നതെങ്കിലും അവിടെ നിങ്ങൾക്ക് കോടതി, ഏത് കോടതിയാണെന്ന് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരികയാണെങ്കിൽ ഡിസ്ട്രിക്ട് കോർട്ട് എന്നുള്ളത് സെലക്ട് ചെയ്യാൻ മറക്കരുത്. സോ ഇങ്ങനെ വാട്സപ്പ്, മെസ്സേജ്, ഫോൺ കോള്, അതേപോലെ ഈ ഓൺലൈൻ സബ്മിഷൻ അടക്കമുള്ള ഗ്രീവിയൻസ് സബ്മിഷൻ അടക്കമുള്ള ഒട്ടനവധി മെത്തേഡുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇതൊന്നും ഉപയോഗിക്കാതെ കമ്പനികൾ നിങ്ങൾ കയ്യിൽ നിന്ന് കാശ് അടച്ചോ എന്ന് പറയുമ്പോൾ അത് അടച്ചിട്ട് മിണ്ടാതിരിക്കുന്ന അവസ്ഥ മാറണം. ഇത്തരത്തിലുള്ള സംവിധാനങ്ങളിലൂടെ പരാതികൾ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പരാതിക്ക് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുക. അങ്ങനെ നിങ്ങൾ ചെയ്യുന്നില്ല എങ്കിൽ കമ്പനികൾ ഈ പ്രവണത തുടർന്നുകൊണ്ടേയിരിക്കും. ഫ്ലിപ്കാർട്ട്, ആമസോണൊക്കെ നമ്മളെ പറ്റിച്ചുകൊണ്ടേയിരിക്കും. ഈ കഴിഞ്ഞ ദിവസം കൂടി ആമസോണിൽ നിന്ന് എന്തൊരു സംഭവം ഓർഡർ ചെയ്ത ആൾക്ക് വെറും കാലി കവറാണ് കിട്ടിയത്. പരാതിപ്പെടാൻ നോക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു നിവൃത്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള കാര്യം വാർത്തയിൽ കണ്ടതാണ്, ഞാൻ ഈ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്കെതിരെ കൃത്യമായിട്ട് നിയമപരമായിട്ട് നീങ്ങുക. ഇനി നിങ്ങൾക്ക് ഈ പറഞ്ഞ ഒന്നും മനസ്സിലാവുന്നില്ലെങ്കിൽ എല്ലാം വിട്ടോ, കൺസ്യൂമർ കോർട്ടിലേക്ക് ഇറങ്ങിക്കോ, ഒരു ലോയറെ കണ്ട് കൺസ്യൂമർ കോർട്ടിലേക്ക് പോവുക. അതാണ് ഏറ്റവും ബെറ്റർ വേ. പിന്നെ മാത്രമല്ല, നിങ്ങളിങ്ങനെ കൺസ്യൂമർ കോർട്ടിലേക്ക് പോകുമ്പോൾ അവിടെ നിങ്ങൾക്കൊരു വക്കീലിനെ വെക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വ്യക്തമായ ബോധ്യമുണ്ട്, നിങ്ങളുടെ കംപ്ലയിൻറ്റിനെ കുറിച്ച് വ്യക്തമായ ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ കോടതിയിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാവുന്നതാണ്. ഒരു വക്കീലിൻ്റെ ആവശ്യം വരില്ല എന്നുള്ളത് കൂടി മനസ്സിലാക്കി വെച്ചോളൂ. പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ അത്രയും സ്ട്രോങ് ആയിട്ട് എടുത്ത് പറയുന്നത്, നിങ്ങൾ ഇതൊക്കെ ചെയ്തിട്ട് ശരിയാവുന്നതിന് കൺസ്യൂമർ കോർട്ടിലേക്ക് പോകൂ എന്ന് തീർത്ത് പറയുന്നതിൻ്റെ കാരണം, ഒരുപാട് പേര് നമ്മളെ വിളിച്ച് വിഷമം പറയുകയാണ്. കാരണം അവർ നമ്മളെ വിളിക്കുമ്പോൾ ഇദ്ദേഹത്തെ വിളിച്ചാൽ കാര്യം ഉണ്ടാവുമെന്ന് കരുതിയിട്ട് വിളിക്കുന്നത്. പക്ഷെ ഒരു കാര്യമില്ല. നമുക്ക് കംപ്ലയിൻറ്റ് വന്നിട്ടും നമ്മൾ ചെല്ലുമ്പോഴും വാറണ്ടിക്കകത്താണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ പൈസ കൊടുക്കണമെന്ന് തന്നെയാണ് പറയുന്നത്. ആ അച്ഛൻ അന്ന് വിളിച്ചിട്ട് കൊല്ലത്തുനിന്ന് മറ്റും വിളിച്ച ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ മോൻ വാങ്ങിച്ച ഒരു ഫോണിനെ കുറിച്ച് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് സംഭവം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വിഷമം കണ്ടിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ നമ്മുടെ വല്ലാത്തൊരവസ്ഥയാണ്. അതെൻ്റെ മൈൻഡിൽ നിന്ന് ഇപ്പോഴും പോയിട്ടില്ല. കഴിഞ്ഞ ദിവസം എൻ്റെ ചേട്ടൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് അദ്ദേഹത്തിന് 1 ലക്ഷം രൂപയുടെ ഫോണാണ് വാങ്ങിച്ചത്. അത് 1.5 വർഷം കഴിഞ്ഞ് ഡിസ്പ്ലേ പോയി. നമ്മൾ ഇത്രയും വില കൂടിയ ഫോണുകൾ വാങ്ങിക്കുന്നത് കംപ്ലയിൻറ്റ് വരരുത് എന്നുള്ള ഉദ്ദേശത്തിൽ, നല്ല പെർഫോമൻസ് കിട്ടണം എന്നുള്ള ഉദ്ദേശത്തിലാണ്. അതിലും ഇത് വരുന്നു. സർവീസിന് ചെന്നാൽ ഇല്ല, വേണമെങ്കിൽ കയ്യിൽ നിന്ന് കാശെടുത്ത് നന്നായിക്കോളാൻ പറയുകയാണ്. അപ്പോൾ അവരൊക്കെ നമ്മളെ വിളിച്ച് വിഷമം പറയുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളെ അവർ മൈൻഡ് ചെയ്യുന്നില്ല. പിന്നെയാണ് നിങ്ങളുടെ കാര്യം പറഞ്ഞ് ഞാൻ ചെന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ട്. ഇതിന് ഏറ്റവും നല്ല പരിപാടി നിങ്ങൾ പ്രതികരിക്കുക എന്നുള്ളതാണ്. അതിനുള്ള മെത്തേഡുകളാണ് ഞാൻ ഈ കാണിച്ചു തന്നത്. ഇതൊന്നും നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ കൺസ്യൂമർ കോർട്ടിലേക്ക് പോകൂ, പ്രതികരിക്കൂ. അല്ലാത്തടത്തോളം കാലം ഇവർ പഠിക്കില്ല, ഉറപ്പായിട്ടും പഠിക്കില്ല. മാത്രവുമല്ല, നമ്മളിത് ചെയ്യുന്നില്ലെങ്കിൽ അവരിതൊരു ശീലമാക്കും എന്നുള്ള കാര്യം കൂടി ഓർത്തോളൂ. സോ അത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. ഈ വീഡിയോ തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ പല സുഹൃത്തുക്കളോട് വിളിച്ച് ചോദിച്ചിരുന്നു. എസ്പെഷ്യലി നമ്മുടെ ലോയർ ബ്രോയോടൊക്കെ വിളിച്ച് ചോദിച്ചിരുന്നു. അപ്പോൾ അവരൊക്കെ നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ തന്നു. അതൊക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് വീഡിയോ തയ്യാറാക്കിയത്. എല്ലാവർക്കും നന്ദി. ഒപ്പം തന്നെ മറക്കണ്ട, ഇതിന് താഴെ നിങ്ങൾക്ക് വരുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് കമൻറ്റ് ചെയ്തിട്ട് അതിന് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നോട് ചോദിച്ചാൽ, നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ എനിക്കറിയില്ല, അത് നിയമപരമായിട്ട് കാര്യങ്ങൾ അറിയുന്ന ആൾക്കാരോട് വേണം ചോദിക്കാൻ. നമ്മൾ അതിൻ്റെ മെത്തേഡുകളാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം.